അറിഞ്ഞല്ലോ അല്ലേ? ഒടുവിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചിരിക്കുന്നു. രാജ്യത്തെ നടുക്കിയ ആ രാഷ്ട്രീയ ഭൂകമ്പത്തിന് കൃത്യം ഒരു ദിവസം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ക്യാബിനറ്റ് മന്ത്രിമാർക്കൊരു നിർണായക നിർദ്ദേശം നൽകിയത്. ഇന്ത്യയിലെ യുവാക്കളുമായി കൂടുതൽ അടുക്കാൻ ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും മന്ത്രിമാർ കൂടുതൽ സജീവമാകണം എന്നുള്ളതായിരുന്നു ആ ഉപദേശം. പുറമേ കേൾക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നാവുന്ന ഒരു നിർദ്ദേശം. എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളറകൾ അറിയാവുന്നവർക്ക് ഈ വാക്കുകൾക്ക് പിന്നിലെ അർത്ഥം വളരെ വ്യക്തമായിരുന്നു. അത് കേവലം ഒരു ഡിജിറ്റൽ സ്ട്രാറ്റജി ആയിരുന്നില്ല, മറിച്ച് രാജ്യത്തെ യുവാക്കൾക്കിടയിൽ BJPക്ക് തങ്ങളുടെ സ്വാധീനവും ആക്സസും നഷ്ടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒരു തിരിച്ചറിവായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുമെന്ന സൂചന കൂടിയായിരുന്നു അത്. ഒരു കാലത്ത് സമൂഹ മാധ്യമങ്ങളെ തങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റി അധികാരം പിടിച്ചെടുത്ത ഒരു പാർട്ടി ഇന്ന് അതേ സമൂഹ മാധ്യമങ്ങളിലൂടെ യുവാക്കളെ തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നു എന്നത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. പ്രധാനമന്ത്രിയുടെ ആ ഉപദേശത്തിൽ എത്രത്തോളം കഴമ്പുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ രാജ്യത്തിന് അധിക നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. 2026 ജൂലൈ 25, അതായത് ഇന്ന്, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ചുവന്ന അക്ഷരങ്ങളിൽ രേഖപ്പെടുത്താൻ പോകുന്ന ദിവസം. ഇൻസ്റ്റാഗ്രാമിലൂടെ യുവാക്കളെ കയ്യിലെടുക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച് 24 മണിക്കൂർ പിന്നീട് മുൻപ് ആ യുവാക്കൾ തന്നെ ഡൽഹിയുടെ തെരുവുകളിൽ ഒരു കൊടുങ്കാറ്റായി മാറി. CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ അണിനിരന്ന വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും എണ്ണം ഭരണകൂടത്തിൻ്റെ സകല കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതായിരുന്നു. യുവാക്കൾ ഇളകിയാൽ, അവർ ഒന്നിച്ച് തെരുവിലിറങ്ങിയാൽ ഭരിക്കുന്നത് ഏത് ദേവേന്ദ്രനായാലും പിന്നെ രാജ്യം ഭരിക്കുക എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമാണെന്ന് തെളിയിക്കുകയാണ് 2026 ജൂലൈ 25 എന്ന ഈ ചരിത്ര ദിവസം. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങളുടെ ഒടുവിൽ വിദ്യാർത്ഥികളുടെ അന്തിമ ആവശ്യത്തിന് വഴങ്ങി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തൻ്റെ സ്ഥാനം രാജിവച്ചൊഴിഞ്ഞു. ഒരു സാമ്രാജ്യത്തിൻ്റെ പതനത്തിൻ്റെ ഔദ്യോഗിക തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ രാജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ നാം കൃത്യം 12 വർഷം പിന്നിലേക്ക് പോകണം. അതായത് 2ാം UPA ഭരണകാലം. അഴിമതികളുടെയും കൊള്ളരുതായ്മകളുടെയും ചെളിക്കുണ്ടിൽ കോൺഗ്രസ് സർക്കാർ മുങ്ങിത്താഴുന്ന കാലം. അന്ന് ആ ഭരണത്തിനെതിരെ ജനങ്ങളിൽ ഉയർന്നു വന്ന രോഷത്തെ, പ്രത്യേകിച്ച് യുവാക്കളുടെ അമർഷത്തെ കൃത്യമായി ചാനലൈസ് ചെയ്തത് BJP ആയിരുന്നു. സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് വേരുറപ്പിച്ച് തുടങ്ങുന്ന ആ കാലത്ത് ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും BJP ഒരു പുതിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്തി. 2ാം UPA സർക്കാരിൻ്റെ അഴിമതികളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് സമൂഹ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയ ഗതിയെയും മാറ്റിമറിക്കുന്നത് എന്ന് 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലോകത്തിന് കാണിച്ചു കൊടുത്തു. കോൺഗ്രസ് വിരുദ്ധ വികാരം ഒരു തരംഗമായി മാറി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയ BJP സർക്കാർ പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിച്ചു. നിങ്ങളിൽ പലർക്കും ഓർമ്മ കാണും, ചൈനയിലെ ഷാങ്ഹായ് നഗരത്തിൻ്റെ ചിത്രം ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആ BJP ക്യാമ്പയിനൊക്കെ. 2014 അധികാരത്തിലേറിയ ശേഷം പിന്നീടുള്ള വർഷങ്ങൾ BJPയെ സംബന്ധിച്ച് ഒരു അശ്വമേധത്തിൻ്റേതായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ വർഷങ്ങളോളം കാര്യമായ എതിരാളികളില്ലാതെ രാജ്യം ഭരിച്ച കോൺഗ്രസിൻ്റെ സുവർണ്ണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു BJPയുടെ വളർച്ച. 2019 2ാമത്തെ വിജയവും തുടർന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നൊന്നായി തീർത്ത വിജയഗാഥകളും അവരെ അജയ്യരാക്കി. പ്രതിപക്ഷമെന്ന് പറയാൻ പോലുമില്ലാത്ത അവസ്ഥ. ഈ പറയുന്ന 2026 വരെ ഏതൊരു ഭീഷണിയുമില്ലാതെയാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിച്ചത്. കോൺഗ്രസിന് ബദലില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലത്ത് നിന്നും BJPക്ക് ബദലില്ല എന്ന ചിന്തയിലേക്ക് രാജ്യത്തെ പൗരന്മാർ എത്തിച്ചേർന്നു. എന്നാൽ ചരിത്രം എപ്പോഴും ആവർത്തിക്കാനുള്ളതാണ്. വർഷങ്ങളോളം എതിരാളികളില്ലാതെ ഭരിച്ച കോൺഗ്രസിൻ്റെ അശ്വമേധത്തിന് ജനതാ പാർട്ടിയിലൂടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എങ്ങനെയാണോ ഒരു കടിഞ്ഞാൻ വീണത്, ഒരവസാനമുണ്ടായത്, അതേ ചരിത്രം ഇവിടെയും വഴിമാറി ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. എതിരാളികളില്ല എന്ന തോന്നൽ ഏത് വലിയ ഭരണകൂടത്തെയും അഹങ്കാരികളാക്കും. BJPക്കും സംഭവിച്ചത് അതുതന്നെയാണ്. തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന അമിതമായ ആത്മവിശ്വാസം ഭരണകൂടത്തിൻ്റെ അടിത്തറ തോണ്ടാൻ തുടങ്ങി. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടം ജനങ്ങളെ എങ്ങനെയാണോ വെറുപ്പിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു വലിയ മടുപ്പിലേക്ക് ഇന്ത്യൻ ജനത പതിയെ നടന്നെടുക്കുകയായിരുന്നു. വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും സാധാരണക്കാരൻ്റെ നടുവൊടിച്ചു. എന്നാൽ ഇതിനെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ മുഖ്യധാരാ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇല്ലാതാക്കാമെന്നും IT സെല്ലുകളെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ കൃത്രിമമായ ഒരു അനുകൂല തരംഗം സൃഷ്ടിക്കാമെന്നും ഭരണകൂടം വിശ്വസിച്ചു.
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ തന്നെ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിയൊഴുക്കുകൾ വ്യക്തമായിരുന്നു. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഭരണകൂടത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കെതിരെ ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. എന്നാൽ അധികാരത്തിൻ്റെ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്നവർ ഈ മാറ്റങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചു. തങ്ങൾ നിർമ്മിച്ചെടുത്ത പ്രതിച്ഛായയിൽ അവർ സ്വയം മയങ്ങിപ്പോയിരുന്നു. ഒരു രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത് അവിടുത്തെ യുവാക്കളാണ്. അവരുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴുമ്പോഴാണ് യഥാർത്ഥ വിപ്ലവങ്ങൾ ജനിക്കുന്നത്. 2026 നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച കേവലം ഒരു അക്കാദമിക വിഷയമായിരുന്നില്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വർഷങ്ങൾ നീണ്ട അധ്വാനവും അവരുടെ കുടുംബങ്ങളുടെ പ്രതീക്ഷകളുമാണ് ആ ചോർച്ചയിലൂടെ തകർന്നടിഞ്ഞത്. തുടക്കത്തിൽ ഈ വിഷയത്തെ വളരെ നിസ്സാരമായാണ് ഭരണകൂടം കണ്ടത്. മുൻകാലങ്ങളിലെ പോലെ ചെറിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇത് കെട്ടടങ്ങുമെന്ന് അവർ കരുതി. വിദ്യാർത്ഥികളുടെ പരാതികൾക്ക് നേരെ മുഖം തിരിക്കുകയും അന്വേഷണങ്ങൾ പ്രഹസനമാവുകയും ചെയ്തപ്പോൾ രാജ്യത്തെ യുവാക്കൾക്കിടയിൽ അതുവരെ പുകഞ്ഞുകൊണ്ടിരുന്ന തീ ആളിക്കത്തി. അഴിമതിയും സ്വജനപക്ഷപാതവും തങ്ങളുടെ ഭാവിയെ കാർന്നു തിന്നുന്നു എന്ന തിരിച്ചറിവിലേക്ക് യുവാക്കളെത്തി. ഇവിടെയാണ് CJP അഥവാ കോക്രോച്ച് പാർട്ടി എന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി. വ്യവസ്ഥാപിത പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയാതിരുന്ന ഒരു കാര്യമാണ് ഈ യുവജന കൂട്ടായ്മ സാധിച്ചെടുത്തത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എത്ര വലിയ പ്രതിസന്ധികളെയും അതിജീവിച്ച് നിലനിൽക്കാൻ കഴിയുന്ന, തകർക്കാൻ കഴിയാത്ത യുവത്വത്തിൻ്റെ പ്രതീകമായി അവർ മാറി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ, പ്രത്യേകിച്ചും ഭരണകൂടം തങ്ങളുടേതെന്ന് കരുതിയിരുന്ന ഇടങ്ങളെ അവർ ഭരണകൂടത്തിനെതിരെ തന്നെ തിരിച്ചുവിട്ടു. ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെയും ട്വിറ്റർ ട്രെൻഡിങ്ങിലൂടെയും അവർ തങ്ങളുടെ പ്രതിഷേധം രാജ്യത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിച്ചു. ജൂലൈ 24 പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റാഗ്രാം ഉപദേശം വരുന്നതിന് മുൻപ് തന്നെ ഡൽഹിയിലെ തെരുവുകൾ വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നതായിരുന്നു CJP ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. ഇവിടെ ഒരു വലിയ ചരിത്രപരമായ വിരോധാഭാസമുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് കേന്ദ്രമന്ത്രിസഭയിലെ സുപ്രധാന പദവിയിലെത്തിയ ഒരു വ്യക്തിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ABVPയിലൂടെ തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്ത് വളർന്ന അതേ നേതാവ് ഇന്ന് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കണ്ണിലെ കരടായി മാറി. അധികാരത്തിലെത്തുമ്പോൾ സ്വന്തം വേരുകൾ മറക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഉത്തമ ഉദാഹരണമായി അദ്ദേഹം മാറി. ജൂലൈ 25 രാവിലെയോടെ പ്രതിഷേധം അതിൻ്റെ പാരിമത്തിലെത്തി. പോലീസ് ബാരിക്കേഡുകൾ തകർത്ത് വിദ്യാർത്ഥികൾ മുന്നേറി. ഡൽഹിയിലെ CJP പ്രതിഷേധം രാജ്യവ്യാപകമായി അലയൊലിക സൃഷ്ടിച്ചു. ഭരണകൂടത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി. ഒടുവിൽ വിദ്യാർത്ഥികളുടെ അന്തിമ ആവശ്യത്തിന് വഴങ്ങി നീറ്റ് പരീക്ഷാ വിവാദങ്ങളുടെയും അഴിമതി ആരോപണങ്ങളുടെയും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം രാജിവെച്ചു. ഈ രാജി കേവലം ഒരു മന്ത്രിയുടെ സ്ഥാനനഷ്ടമല്ല. ഇത് 2014 മുതൽ ചോദ്യം ചെയ്യപ്പെടാതെ നിന്ന ഒരു സർക്കാരിൻ്റെ കോട്ടയിലേറ്റ ആദ്യത്തെ വലിയ വിള്ളലാണ്. ഈ പ്രതിഷേധവും അതിനെ തുടർന്നുള്ള ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയും സൂചിപ്പിക്കുന്നത് BJPയുടെ പതനം ആസന്നമാണ് എന്ന് തന്നെയാണ്. 2026 BJPയെ സംബന്ധിച്ച് കാലിടറുന്ന വർഷമായി മാറിക്കഴിഞ്ഞു. ജനങ്ങൾക്ക് ഭരണകൂടത്തോടുള്ള മടുപ്പ് അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു എന്ന് ഇന്നത്തെ സംഭവ വികാസങ്ങൾ അടിവരയിടുന്നു. തങ്ങൾക്കിനി ഒരു എതിരാളിയില്ലെന്ന് അഹങ്കരിച്ച BJPക്ക് മുന്നിൽ രാജ്യത്തെ യുവാക്കൾ തന്നെ ഏറ്റവും വലിയ പ്രതിപക്ഷമായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് വിമുക്ത ഭാരതമെന്ന് ആഹ്വാനം ചെയ്ത് അധികാരത്തിൽ വന്നവർ ഇന്ന് ജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുന്നതിൻ്റെ വക്കിലാണ്. 1977 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യൻ ജനത എങ്ങനെയാണോ പ്രതികരിച്ചത്, അത്തരത്തിലുള്ള ഒരു നിശബ്ദ വിപ്ലവത്തിനാണ് ഇന്ത്യ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അന്ന് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളുമാണ് തെരുവിലിറങ്ങിയതെങ്കിൽ ഇന്ന് അത് CJPയുടെയും മറ്റ് യുവജന പ്രസ്ഥാനങ്ങളുടെയും രൂപത്തിലാണ് നടക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രിക്ക് യുവാക്കളെ ബന്ധപ്പെടാൻ ഇൻസ്റ്റാഗ്രാം വേണ്ടിവരുന്നു. എന്നാൽ അതേ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് യുവാക്കൾ തങ്ങളുടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സാങ്കേതിക വിദ്യയുടെയും സമൂഹ മാധ്യമങ്ങളുടെയും നിയന്ത്രണം ഭരണകൂടത്തിൻ്റെ മാത്രം കുത്തകയല്ലെന്ന് 2026 ജൂലൈ 25, അതായത് ഇന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ രാജി ഒരു അവസാനമല്ല, മറിച്ചൊരു തുടക്കമാണ്. 2014 രണ്ടാമത്തെ UPA സർക്കാരിനെ താഴെയിറക്കാൻ BJP ഉപയോഗിച്ച അതേ ആയുധങ്ങൾ, ജനരോഷവും സമൂഹ മാധ്യമങ്ങളും, ഇന്ന് അവർക്കെതിരെ തന്നെ തിരിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുകയാണ്. അശ്വമേധങ്ങൾ എല്ലാ കാലവും തുടരാനുള്ളതല്ലെന്നും ഏത് വലിയ സാമ്രാജ്യവും ജനങ്ങളുടെ അതൃപ്തിക്ക് മുന്നിൽ തകർന്നടിയുമെന്നും കാലം തെളിയിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആ തകർച്ചയുടെ ആദ്യത്തെ അധ്യായം മാത്രമാണ്. ഇന്ത്യയിലെ യുവാക്കൾ ഉണർന്നു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റുകളാണ്.